മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഞ്ജു ഒളിച്ചോടി പോയതിന് ശേഷവും കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നുണ്ടോ, കാലനങ്ങുന്നുണ്ടോ എന്ന് നോക്കി നടക്കുവാണ് മേഘൻ. ഇനിയൊരു പ്രയോജനം ഇല്ലെന്ന് അറിഞ്ഞിട്ടും അത് അറിഞ്ഞു വെച്ച് അവനോട് പെരുമാറാമല്ലോ എന്നുള്ള രീതിയിലാണ് മേഘൻ അങ്ങനെ ഒളിഞ്ഞും നോക്കി നടക്കുന്നത്. എന്നാൽ ബുദ്ധിയുള്ള വാമദേവൻ മേഘൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മളിനി അവൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നത് നോക്കി നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. മഞ്ജു ഒളിച്ചോടിപ്പോയില്ലേ, പിന്നെ എങ്ങനെ സ്വത്തുക്കൾ വന്നു ചേരാനാ? അപ്പോഴും മേഘം പറയുന്നുണ്ട്, എങ്കിലും അവൻ നടക്കുന്നത് കാണാൻ എനിക്കിഷ്ടപ്പെടത്തില്ല. വിജയിക്കുന്നത് എപ്പോഴും അവരായിരിക്കും, നന്മ കൂടെയുള്ളവർ. അവർക്കെതിരെ നമ്മൾ ചെയ്യുന്ന കരുക്കൾക്ക് വിജയം കാണണമെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷ കൂടിയേ പറ്റൂ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി നമ്മുടെ മേഘനാഥൻ ക്ഷേത്രത്തിൽ പോയി മനസ്സുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും സ്വത്തും പണവും ഒക്കെ കിട്ടണമെന്ന്. ഒളിച്ചോടിപ്പോയ തൻ്റെ ഭാര്യയായിട്ടുള്ള മഞ്ജു മനസ്സ് മാറി തിരികെ തൻ്റെ അടുത്തേക്ക് തന്നെ വരണേന്ന്. ആ സമയത്ത് നമ്മുടെ മഞ്ജുവും സാഗറും ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്നിട്ടുണ്ടായിരുന്നു. തൊഴുതതിന് ശേഷം പുറത്ത് പൂക്കടയിൽ നിന്ന് മഞ്ജുവിന് ഒരു മുഴം മുല്ലപ്പൂ മേടിച്ച് സാഗറാണെങ്കിൽ തല വെച്ച് കൊടുക്കുന്നു. മഞ്ജു ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തല വെട്ടിക്കുന്നത് കണ്ടിട്ട് സാഗർ പറയുന്നു, അടങ്ങി നിൽക്കി, ഞാൻ ഈ പൂവൊന്ന് വെച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന അവരെ മേഘം കണ്ടതും മേഘൻ്റെ കലി അങ്ങോട്ട് അടക്കാൻ പറ്റുന്നില്ല. ക്ഷേത്രമാണ്, ആൾക്കാരുണ്ട് എന്നൊന്നും നോക്കാതെ ഒറ്റ ചവിട്ടിന് സാഗറിനെ താഴ്ത്തിയിടുന്നുണ്ട്. അത് കണ്ട് മഞ്ജു ദേഷ്യത്തോടെ സാഗറിനെയും മേഘനെയും തമ്മി പിരിച്ചു മാറ്റിയതിന് ശേഷം മേഘന് കണക്കിന് കൊടുക്കുന്നു. മേഘനെ തൊലി ഉരിച്ചെന്ന് തന്നെ പറയാം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച്. മേലാൽ എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് തൊട്ടുപോരുത്, നിങ്ങളാരാ എൻ്റെ കെട്ടിയവനെ അടിക്കാൻ? നീ ഒന്നാന്തരം വിളഞ്ഞ ആളിനെയായി കൂടെ കൊണ്ടു കിടക്കുന്നതെന്ന് മറക്കണ്ട എന്ന് മേഘൻ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞാൻ മുമ്പ് ജീവിച്ചത് ഒരു രാജവെമ്പാലയ്ക്കൊപ്പമാണെന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട് മഞ്ജു. മര്യാദയ്ക്കൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ നിങ്ങളുടെ കൈ എൻ്റെ സാഗറേട്ടൻ്റെ ദേഹത്തും കാണാൻ വീണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. താനിപ്പോഴും എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലേ, എൻ്റെ കണ്ണേട്ടൻ്റെ സ്വത്ത് മോഹിച്ചിട്ടല്ലേ? തനിക്ക് ആ സ്വത്തിൽ നിന്ന് ഒരു തരിമ്പ് പോലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. എൻ്റെ സാഗറേട്ടൻ എന്നെ ഉപേക്ഷിച്ചാൽ തന്നെ തന്നോടൊപ്പം ഇനി ഞാൻ ജീവിക്കില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് പറയാം, എൻ്റെ കൺമുന്നിൽ പോലും കണ്ടുപോരുതെന്ന് പറഞ്ഞുകൊണ്ട് സാഗറേട്ടനെ വിളിച്ചുകൊണ്ട് അവളങ്ങ് പോകുമ്പോഴത്തേക്കും മേഘൻ അങ്ങ് നാണം കെട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം മോഹിനി അമ്മയ്ക്ക് മഹാലക്ഷ്മി സാരി സ്വർണ്ണവളകളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ അസൂയെ സഹിക്കാൻ പറ്റുന്നില്ല. വില കൂടിയ പെർഫ്യൂം, ഓർണമെൻറ്റ്സ്, സാരി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവൾക്കും അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. മാസം തോറും ഇതെല്ലാം ഉണ്ണിയേട്ടൻ മേടിച്ചു കൊടുക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ജ്വല്ലറിയും കമലേശ്വരം ഫിനാൻസും സ്വത്തുക്കളും എല്ലാം കണ്ടിട്ടാണ് പ്രതാപനും കരുണയും മുത്തശ്ശിയൊക്കെ ഉണ്ണിയും കൊണ്ട് കരുണയുടെ വിവാഹം നടത്തിച്ചത്. ഒടുക്കാണ് അറിയുന്നത് ഈ പറയുന്ന ദുർഗാമ്മയ്ക്കും ഉണ്ണിക്കും മഞ്ജുവിനൊന്നും അവിടെ യാതൊരു അവകാശവും ഇല്ല. കണ്ണൻ്റെ അമ്മയുടെ സ്വത്തുക്കളായിരുന്നു ഈ കാണുന്നതെല്ലാമെന്ന്. അത് തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് വൈകിപ്പോയി. വേലക്കാരിയായിട്ട് കടന്നിരുന്ന മഹാലക്ഷ്മിയെ കോടീശ്വരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് താനൊരു പിച്ചക്കാരനെയാണ് കല്യാണം കഴിച്ചതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് നികത്താനായിട്ട് ആ കണ്ണനെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ കൊന്നു കളയാമെന്നങ്ങ് തീരുമാനിച്ചു. സ്വത്തുക്കളപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് തൻ്റെ ഭർത്താവിന് വന്ന് ചേരുമല്ലോ എന്നൊക്കെ വിചാരിച്ച് പല തന്ത്രങ്ങൾ ചെയ്തിട്ടും ഒടുക്കം ഒന്നും വിജയിക്കാഞ്ഞിട്ട് ഒടുക്കം തൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റാനായി ഗർഭിണിയായിട്ടിരിക്കുന്ന താൻ തന്നെ മഹാലക്ഷ്മിയെ കൊല്ലാൻ ഇറങ്ങേണ്ട അവസ്ഥയാണ്. വീരശൂര പരാക്രമിയായ തൻ്റെ അച്ഛനോ ഭർത്താവിനോ ഭർത്താവിൻ്റെ ആൾക്കാർക്കോ സാധിക്കാത്തത് താൻ സാധിച്ച് കാണിക്കുമെന്നുള്ള ഒരഹങ്കാരവും. അങ്ങനെ സ്വത്തുക്കളും പണങ്ങളും തൻ്റെ ഭർത്താവിന് വന്നു ചേരുമ്പം അതൊക്കെ തനിക്കും കിട്ടുമെന്നുള്ളൊരു അഹങ്കാരം. മഹാലക്ഷ്മി ഇങ്ങനെയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത് കണ്ടിട്ട് സഹിക്കാഞ്ഞ് മുത്തശ്ശിയോടും പ്രതാപനോടും പൊട്ടിത്തെറിച്ച് ഓരോന്നും പറയുമ്പം മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ്റെ ജ്വല്ലറിയും ഫിനാൻസും എല്ലാം നിൻ്റെ കയ്യിലേക്ക് വന്നു ചേരും. അപ്പം നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എടുക്കാമല്ലോ മോളെ, നീ വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ കരുണ വീണ്ടും സ്വപ്നം കാണുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. അപ്പോൾ കാത്തിരിക്കുക, എന്തായാലും മഹാലക്ഷ്മിയെ കൊല്ലാൻ പോകുന്നതിൻ്റെ പേരിൽ കരുണയുടെ സമാധാനം തന്നെയാണ് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത്. കാത്തിരിക്കാം.